പ്രിയപ്പെട്ടവരെ, കോവിഡ്-19 നമ്മളെ കൊറോണ, നമ്മളെ നാട്ടിനെ ബർപ്പിച്ച കൊറോണ ആ സമയത്ത് ടാറ്റ കാസർഗോഡിന് വേണ്ടി ഗിഫ്റ്റായിട്ട് നൽകിയ ഹോസ്പിറ്റൽ ഇപ്പോൾ കോവിഡിന് ശേഷം അതങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. അത് സർക്കാർ അതിനെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന ആ ഒരു കണ്ടെയ്നർ ഹോം അത് നമുക്കിത് ക്ലീനാക്കാൻ വന്നത്. നമുക്കതിനെ അടിപൊളിയായിട്ട് ക്ലീനാക്കി കൊടുക്കാം. അതിൻ്റെ ബിഫോർ എടുത്ത ആഫ്റ്റർ എടുത്ത കുറച്ച് ഫോട്ടോസ് ഉണ്ട്. ആ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വീഡിയോസും ഉണ്ട്. അതിൽ നോക്കിക്കോളൂ എങ്ങനെയുണ്ട് ഞങ്ങളെ പണി എങ്ങനെയുണ്ട് നോക്കിക്കോളൂ. നല്ല രസമുണ്ട്. ആ വീട് AC ഉണ്ടെങ്കിൽ അതിൽ ജീവിക്കാൻ പറ്റും. അതാണെങ്കിൽ ഭയങ്കര കാറ്റെല്ലാം കുറവ്. പിന്നെ ചെറിയ ഒരു തട്ടലോ മുട്ടലോ അതിൻ്റെ അകത്ത് ഭയങ്കര സൗണ്ട് ഒച്ചപ്പാടായിട്ട് കേൾക്കുന്നുണ്ട്. അതായത് ബോർഡല്ലേ ടൈപ്പ്, അതിൻ്റെ ബോർഡിൽ കവറാക്കിയിട്ടുള്ള നല്ല ഉറപ്പുണ്ട്, നല്ല സ്ട്രോങ് സാധനം. പിന്നെ ഡോർസ് എല്ലാം അതിൻ്റെ കിടിലൻ ഡോറ്. സേഫ്റ്റിയിലൊരു പ്രശ്നമില്ല. പക്ഷേ ചെറിയ പുറത്തുനിന്ന് ഇങ്ങനെ തട്ടവും മുട്ടുമ്പോൾ ഉള്ളൊക്കെ ഭയങ്കര സൗണ്ടായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിൽക്കുമ്പോൾ നിൽക്കുന്ന ആൾക്കാർ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, ഇറിറ്റേഷനായിട്ട് തോന്നും. അങ്ങനെ അത് മൊത്തമായിട്ട് അടിപൊളിയായിട്ട് ക്ലീൻ ആക്കിയിട്ട് കൊടുത്തു. 2 കണ്ടെയ്നർ ഹോം ഉണ്ടായിരുന്നു, ഒന്നുമില്ല 2 ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി പണികൾക്കായി സമീപിക്കുക സ്മാർട്ട് ക്ലീനിങ് സർവീസ്. നമുക്ക് ഈ പണി ഏറെ സംതൃപ്തി നൽകിയ ഒരു പണി, നല്ല ഹാപ്പിയായ പണി. എന്താണെങ്കിൽ പണിയെടുക്കുന്ന പോലെ തന്നെ റിസൾട്ട് കാണുന്നത്. പിന്നെ വീട്ടിലെ ടൈൽസെല്ലാം ഉപയോഗിക്കുന്നതിനേക്കാളും ഈ ബോർഡ് ഉപയോഗിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെങ്കിൽ എത്ര പെട്ടെന്ന് എത്ര ക്ലീനാണെന്ന് പറയാം, നല്ല നീറ്റാകുന്നുണ്ട്. അതിൻ്റെ എല്ലാ പൊടിയും മണ്ണും എല്ലാം ഇളക്കിയിട്ടെടുക്കാൻ പറ്റുന്നുണ്ട്. ഫ്ലോറും വിൻഡോസും കബോർഡ്സും എല്ലാം ക്ലീനാക്കി. കബോർഡ്സില്ല, വിൻഡോസും ക്ലോസറ്റും ബേസിനും സീലിങ്ങെല്ലാം നോക്കിയാൽ പുതിയതുപോലെ അതിലെന്നൊക്കെ. ശരിക്കും ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഒരു ബസ്സിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ്, ഒരു വലിയ ബസ്സിൻ്റെ അകത്ത് നിൽക്കുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ട്. അങ്ങനെ എന്നൊക്കെ ബേസിനെല്ലാം അടിപൊളിയാക്കി ക്ലീനാക്കി, ബാത്റൂമെല്ലാം ക്ലീനാക്കി. അതിൻ്റെ അകത്ത് കുറേ സാധനം ഉണ്ടായിരുന്നു. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ കൂടെ മറക്കണ്ട, കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും അതേപോലെ ഫോളോ, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു.